സോ ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ഫാമിലീസും കൂടെ ചെറിയൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചെറിയൊരു സ്റ്റേക്കേഷൻ. നമ്മൾ രണ്ട് ഫാമിലിക്കാരും കൂടെ ഒരുമിച്ച് ചില്ലടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു റിസോർട്ടിൽ പോയി ഒരു ദിവസം സ്റ്റേ അടിച്ച് പിറ്റേന്ന് തിരിച്ചു വരുന്നു. അതാണ് പരിപാടി. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വിശേഷങ്ങളിലോട്ടോ നേരെ പോയി ഒരുങ്ങിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഗൈസ്, ഇവിടെ വേറെ ആർക്കും ഒരുങ്ങാൻ ഒരു താമസവും ഇല്ല, പക്ഷെ ഒരാൾക്ക് മാത്രം കാണിച്ചു തരാം. ഈ പെണ്ണെ പോയി ഒരുങ്ങടി. പിന്നെ എല്ലാ വീട്ടിലും കാണുമായിരിക്കും, എവിടെയെങ്കിലും പോയി ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ബഹളം. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് വരാം. അവക്ക് എന്റെ വണ്ടി വരുന്നില്ല, അവള് കൊച്ചമ്മൂന്റെ വണ്ടിയിലേ പോകുന്നുള്ളൂ. എനിക്ക് വരുന്നാ നീ വന്നാ വാ. അത് വെച്ചേട്ടേ എന്തൊരു അവസ്ഥയെ നോക്കണേ. എല്ലാവരും റെഡി ആയപ്പോഴത്തേക്കും ഇവിടെ ഒരു പെണ്ണ് മാത്രം സൈക്കോ അടിച്ചിരിക്കുന്നു. കൊച്ചമ്മ വന്നാലേ വരുന്നോളന്ന്. എന്താ ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ഫാമിലി നമ്മുടെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പോകുന്ന വഴിക്ക് രണ്ടാമത്തെ ഫാമിലി പിക്ക് ചെയ്യാനുള്ളത്. അല്ല, പിക്കാനല്ല, അത് തന്നെ. എല്ലാരും ഒരു ഹായ് കാണിച്ചേ. ഹായ് 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 അമ്പു ഹായ് ഹായ് പറ, ഹായ് പറ, ഹായ്. പോണാർക്കാണ് ഗായ്സ്. അങ്ങനെ ബഹളം എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ രണ്ടാമത്തെ ഫാമിലിയെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും പിടിച്ച് ആ വണ്ടി കയറ്റണം. കണ്ണനെ കുഞ്ഞി ഒരു ഹായ് കാണിച്ചോ മാമ. ഓക്കെ ഡ്രൈവർ ചേഞ്ച്. ഓക്കെ പോവാം ഗായ്സ്. അങ്ങനെ നമ്മള് വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഗായ്സ്, നമ്മളങ്ങനെ എത്താറായിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളിത് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ആദിശക്തി എന്നാണ് റിസോർട്ടിന്റെ പേര്. അപ്പം നമുക്ക് അകത്തോട്ട് പോവാം. ഇതാണ് റിസോർട്ടിന്റെ എൻട്രൻസ്. ഗൈസ്, ഇവിടെ വെൽക്കം ചെയ്യുന്ന രീതിയുണ്ടോ? ആദ്യമേ ആരതി ഒഴിയും, എന്നിട്ട് കുറി തൊടും. ഗൈസ്, കഴിഞ്ഞില്ല, ഇനി മാലയിടൽ ചടങ്ങാണ്. ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല മാലയുടെ. മാലയൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. ഏതായാലും ഇവരുടെ ഗസ്റ്റുകളെയൊക്കെ വെൽക്കം ചെയ്യുന്ന രീതിയുള്ള വളരെ നൈസാണ്. ബാക്കിയുള്ള റിസോർട്ടുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതാണ് റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയ. ആ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളും വെച്ച് തന്നെ അവർ ആ റിസപ്ഷൻ്റെ ലുക്കേ മാറ്റിയിട്ടുണ്ട്. ഗായ്സ്, നമ്മൾ റൂമിലോട്ട് പോകുന്നു. അപ്പം നമുക്ക് നേരെ റൂമിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം. ഇവിടെ പേരെന്തുവായിരുന്നു? അനുശ്രീ. അപ്പം അനുശ്രീ ചേച്ചിയാണ് നമുക്ക് റൂമും കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നത്. ഗൈസ്, നമുക്ക് ബാക്കിയുള്ള റൂം കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ റൂം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂം.
ഷേക്കാൻ റൂമെല്ലാം കാണിച്ചെന്ന ചേച്ചിക്ക്. അനുശ്രീ ഗൈസ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഗാർഡൻ വിത്ത് സ്വിമ്മിംഗ് പൂളും. All families are here, guys. ഗൈസ്, അപ്പോൾ ഇവിടെയായിട്ടാണ് ഇവരുടെ ആ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ വരുന്നത്. ഗൈസ്, ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഉടനെ ഇറങ്ങും. ഇതെന്ന് പറയുന്നത് പാർക്കിങ്ങിലോട്ട് പോകുന്ന ആ ഒരു പാസേജാണ്. ഇതാണ് ഇവിടുത്തെ വിശാലമായ പാർക്കിംഗ് ഏരിയ. ഗൈസ്, നമുക്കിനി നേരെ ടർഫിലോട്ട് പോകാം. ഇവിടെ ഇൻഡോർ ഗെയിംസും അതേപോലെ തന്നെ ഔട്ട്ഡോർ ഗെയിംസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഗൈസ്, ഇവിടാണ് ടർഫും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതുവഴി നമുക്ക് ഇറങ്ങിപ്പോവാം. ടേബിൾ ടെന്നീസ് കളിച്ച് നോക്കിയാലേ. ടേബിൾ ടെന്നീസ് കൊള്ളാം ഗൈസ്, പൊളിയായിട്ടുണ്ട്. 2 സൈക്കിൾ റൈഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഗൈസ്. സെറ്റ് സ്ഥലം അല്ലേ, നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു ഏരിയ. ഈ റിസോർട്ടിൽ നിറച്ച ആൾക്കാരുണ്ട്, പക്ഷെ അതിൻ്റെ ആ ഒരു നോയ്സോ കാര്യങ്ങളൊന്നുമില്ല, ഒരു ഡിസ്റ്റർബൻസും ഇല്ല ഗൈസ്. നല്ല കാം ആൻഡ് പീസായിട്ടുള്ള ഒരു സ്ഥലം. നമുക്ക് നേരെ ക്രിക്കറ്റ് കളിക്കാൻ കയറാം. നമ്മളടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. അതെ, അങ്ങനെ ഞാൻ ബോൾ എറിഞ്ഞുതരാം. ബോൾ എറിയാൻ പുതിയ ആൾ വന്നിട്ടുണ്ട്. കൊള്ളാലി. ഇനി നമുക്ക് കുറച്ചു നേരം സൈക്കിൾ ഓട്ടാം. കുറേ നാളായി സൈക്കിൾ ഓട്ടിയിട്ട്. അയ്യോ, എത്ര നാളായെന്നൊന്നും അറിയാൻ വയ്യ. ഒരു ഭാഗത്ത് ഷട്ടിൽ ബാറ്റ് കളിയും ഒരു സൈഡ് ക്രിക്കറ്റും. അമ്പോട് നടക്ക് റെഫറി ആയിട്ടിരിക്കുന്നു. അമ്പു ഫൗൾ വിളി. അമ്പു ഐഷ ഐഷ അടിപൊളി. അതിവാശിയേറിയ ഗെയിമാണ് ഗൈസ്. അതിമികച്ച ബാറ്റിംഗാണ് കുഞ്ഞി കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത അമ്പടുമാണ് ബോൾ ചെയ്യുന്നത്. അവൾ ഡയറക്റ്റ് സ്റ്റമ്പിൽ കൊണ്ടടിക്കാൻ പോവാ. അയ്യേ അയ്യേ ഓ, ഷോ കണ്ടാ തോന്നുന്നു. ഇത് എങ്ങനെയാണോ സാധിക്കുന്നേ? അങ്ങനെ ക്രിക്കറ്റ് കളിയെല്ലാം കഴിഞ്ഞു. നമ്മളുടെ റൂമിൽ പോയിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ പോവാം.
ഗൈസ് പൂളിൽ മൊത്തം ആൾക്കാരാണ്, പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ ഇവർ കയറും. അപ്പം നമുക്ക് നേരെ പൂളി ചാടാൻ പോവാം. നമ്മൾ വരുന്നതിന് മുമ്പ് ഇവിടെ അമ്പൂടൊക്കെ പൂളി ഇറങ്ങി ഇന്ന് ചില്ലടിക്കുന്നു ഗൈസ്. ഗൈസ് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയിട്ട് റൂമിൽ വന്നു. നമ്മളിപ്പോൾ ഉള്ളത് ടർഫിലാണ്. അളിയനും കണ്ണനും കൂടെ ക്രിക്കറ്റും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പീസ് ആൻഡ് കാമായിട്ടുള്ളൊരു റിസോർട്ടാണ്. നിങ്ങൾക്ക് ബാച്ചിലറായിട്ടും കപ്പിൾസായിട്ടും ഫാമിലി ആയിട്ടും വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വന്ന് ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് ഗൈസ്. മൊത്തത്തിലൊരു ഏസ്തറ്റിക് വൈബാണ് നമുക്കിവിടെ കിട്ടുന്നത് ഗൈസ്. പിന്നെ ഈ റിസോർട്ട് നിറച്ച ആൾക്കാരുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു ഫീല് തോന്നത്തില്ല. നമ്മൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ എന്നുള്ളൊരു ഫീലാണ് നമുക്ക് എപ്പോഴും തോന്നുന്നത്. അത്ര സൈലൻ്റ് ആയിട്ടുള്ളൊരു റിസോർട്ടാണിത് ഗൈസ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഇവരുടെ കസ്റ്റമർ സർവീസ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിക്കായിരുന്നു ഇവരുടെ ആ ഒരു സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയത്. ഇവിടെ നിന്ന് 95% റൂം ഫുള്ളാണ്. എന്നിട്ടും നമ്മുടെ പ്രൈവസിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ബാച്ചിലറായിട്ടോ ഫാമിലി ആയിട്ടോ കപ്പിൾസായിട്ടോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് ആദിശക്തി റിസോർട്ട് കോവളം. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണും. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ. എല്ലാവരും കൂടെ ഇരുന്ന് ചീട്ടുകളിയാണ്. നമ്മൾ ചീട്ട് കളിച്ച് ആര് തോറ്റു? തോൽവി സ്വീകരിക്കുന്നവർക്ക് അമ്പുടന്റെ സ്നഗ്ഗി വെച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തലേ കയറണില്ല. അതിന് അടുത്ത കളി വരെ അതോടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് റൗണ്ട് കളിയിലാണ് ആരാണ് ആസാവുന്നത്. ഫൈനൽ മാച്ച് ഇവർ രണ്ടുപേരും. ഈ സ്നഗ്ഗി ഉടനെ ഇവിടെ നിന്ന് പോകും. അമ്പലമുക്കിലെ കിങ്ങിനെ തന്നെ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. കോവളം പാർട്ട് 2. എല്ലാം കൂടെ ബാൽക്കണിയിൽ നിരന്നിരുന്ന് ചായ കുടിയാണ്. അമ്പുടു എന്താ കലിപ്പ് കലിപ്പ്, അനുവാദമില്ലാത്ത വീഡിയോ എടുക്കുന്നതിന് കലിപ്പ് കലിപ്പ്. ഒരാടിയെ കൂടെ അമ്പു. ഗൈസ്, അപ്പം നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് തരാം. ഓക്കെ ഗൈസ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവരുടെ പാക്കേജിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനെടുത്തത് ബ്രെഡ് ജാമും മുട്ട, അതേപോലെ കോൺഫ്ലെക്സ്, പിന്നെ ഒരു ബ്രൂ കോഫി. അപ്പോൾ എല്ലാവരും പല രീതിക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. ഗായത്രി, ഫുഡ് എങ്ങനെ ഉണ്ടടി? ഫുഡ് ഇപ്പം ഒരുപാട് വെറൈറ്റി ഒന്നുമില്ല, പക്ഷേ ഉള്ള നല്ല ടേസ്റ്റാണ്. നമുക്ക് സാധാ കേരള ഫുഡ് തന്നെയാണ്. ഇവിടെ കുറേ ഹിന്ദിക്കാരൊക്കെ ഉണ്ടെങ്കിലും നല്ല നമ്മുടെ കേരള തനിമയുള്ള ഫുഡ് തന്നെയാണ്. ഇപ്പോൾ ഡയറ്റ് നോക്കുന്ന ആൾക്കാർക്ക് എല്ലാം മുട്ട, പുഴുങ്ങിയ പഴം, അതെ, പ്രോട്ടീൻ ഡിഷ് ഫുഡ് എല്ലാം ഉണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്. ഫുഡ് എങ്ങനെ ഉണ്ടാ? നല്ല ഫുഡ്, എല്ലാത്തരം ഫുഡുകളും അത്യാവശ്യമാണ്. ഗൈസ്, ഇവിടുത്തെ പാർക്കിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ആ ഒരു മസാജ് സെൻറ്റർ വരുന്നത്. എല്ലാ ടൈപ്പ് മസാജസിൻ്റെയും റേറ്റും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടോ കപ്പിൾസായിട്ടോ ബാച്ചിലറായിട്ടോ ഒരു സ്റ്റേക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ദിസ് റിസോർട്ട്.
അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ 5 കാറ്റഗറി ഓഫ് റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡീലക്സ് എ സി റൂം, സൂപ്പർ ഡീലക്സ് എ സി റൂം, പ്രീമിയം സീ വ്യൂ എ സി റൂം, പ്രീമിയം സ്യൂട്ട് റൂംസ് ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് പ്രീമിയം പ്രൈവറ്റ് പൂൾ റൂം. ഗായ്സ്, അപ്പോൾ ഈ കാണുന്നതാണ് കോർട്ട്യാർഡ് ബൈ ആദിശക്തി. വീഡിയോ എടുത്ത സമയത്ത് ഇതിൻ്റെ പണി നടക്കുമായിരുന്നു. ഓൾറെഡി ഇതിൻ്റെ ഉദ്ഘാടനം ജൂൺ 18 കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻറ്റിമേറ്റ് വെഡ്ഡിങ്സ്, ഇവൻറ്റ്സുകൾ, ഫംഗ്ഷൻസുകളൊക്കെ നടത്താനായിട്ട് ഇവിടെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ്. അപ്പം നമ്മുടെ ആദിശക്തിയോട് ടാറ്റ പറയുന്നു. ഗായ്സ്, അപ്പം നമ്മളെല്ലാവരും പാക്കപ്പ് പറഞ്ഞു. ഓക്കെ ഗായ്സ്, ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ട്രിപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് കയറിയതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.